ഇവിടെ ലെൻസിന്റെ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ പോർഷൻ ടേം റിലേറ്റഡ് ടു ദ ലെൻസസ്. ലെൻസിനോടനുബന്ധിച്ച കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് ഒപ്റ്റിക് സെന്റർ. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെന്റർ. അതായത് ഒരു ലെൻസിന്റെ മിഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. അത് കോൺവെക്സ് ലെൻസിനുണ്ടായിരിക്കും, കോൺകേവ് ലെൻസിനുണ്ടായിരിക്കും. ഈ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത് ആൽഫബറ്റ് O വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫേസ് ഓഫ് എ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് സ്പിയർ. അതായത് ലെൻസിന്റെ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞതും എന്തിന്റെ പാർട്ടാണ് നമ്മൾ പഠിച്ചത്? സ്പിയറിന്റെ പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്പിയറും സർക്കിളും തന്നിട്ട് നമ്മളോട് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്പിയറിന്റെ പാർട്ടാണ് അത്. രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്പിയറിന്റെ സെന്ററിന് മനസ്സിലായി, ആ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫേസ് സ്പിയറിന്റെ പാർട്ടായതുകൊണ്ട് ആ സ്പിയറിന്റെ രണ്ട് സ്പിയറിന്റെയും സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. C1 C2, അതായത് രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ഉള്ളത് കൊണ്ട് C1 C2 എന്നാണ് നമ്മൾ പേര് കൊടുത്തേക്കുന്നത്. C വെച്ചിട്ടാണ് ഈ സെന്റർ ഓഫ് കർവേച്ചർ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്. രണ്ട് ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലെൻസിന്റെ മിഡ് പോയിന്റ് ആയ ഒപ്റ്റിക് സെന്ററും അതുപോലെ തന്നെ സ്പിയറിന്റെ സെന്ററായ സെന്റർ ഓഫ് കർവേച്ചറും. അപ്പൊ ഈ ഒപ്റ്റിക് സെന്ററിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. അപ്പൊ ഈ ഇമാജിനറി ലൈൻ എന്തിനെ കണക്ട് ചെയ്യുന്നത്? ഒന്ന് ഒപ്റ്റിക് സെന്ററിനെയും ഒന്ന് സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ്. കണ്ട, ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്. അപ്പോൾ ഈ ഒപ്റ്റിക് ആക്സിസും ഒപ്റ്റിക് സെന്ററും തമ്മിൽ മാറിപ്പോവരുത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പാർച്ചർ. ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ്. ലെൻസിന്റെ ഏത് ഭാഗത്തിൽ കൂടെയാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത് ആ ഒരു സ്മോൾ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാർച്ചർ. ഇപ്പോൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി കൂടെയാണ് ആ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നെങ്കിൽ ആ ഒരു ചെറിയ പോർഷൻ അതിനെ നമ്മൾ അപ്പാർച്ചർ എന്ന് വിളിക്കും. ഇതേപോലെ ക്യാമറയിലും മൈക്രോസ്കോപ്പിലൊക്കെ അപ്പാർച്ചർ ഉണ്ട്. ഈ ക്യാമറയിലും മൈക്രോസ്കോപ്പിലൊക്കെ ഈ അപ്പാർച്ചർ നമ്മൾ വാരി ചെയ്യുന്നത്, അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ആ ലൈറ്റ് കടന്നു പോകുന്ന ചെറിയൊരു പോർഷനെ അങ്ങനെ ആലോചിച്ചാൽ മതി. ആ ലൈറ്റ് കടന്നു പോകുന്ന ചെറിയൊരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാർച്ചർ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഫിഗർ റെപ്രസെന്റ് കോൺവെക്സ് ലെൻസ്? നമുക്കറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫിഗർ, അതായത് 2.6A ആണ് ഈ കോൺവെക്സ് ലെൻസിനെ കാണിക്കുന്ന ഫിഗർ. അതുപോലെ കോൺകേവ് ലെൻസിനെ ആണെങ്കിൽ 2.6B. ഇനി വാട്ട് ഡു C1 ആൻഡ് C2 ഇൻഡിക്കേറ്റ്? C1ഉം C2ഉം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് റെഫേഴ്സ് ടു ദ ഒപ്റ്റിക് സെന്റർ? ഒപ്റ്റിക് സെന്ററിനെ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ് ഏതാണ്? O ആണ് ഒപ്റ്റിക് സെന്ററിനെ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ്. വിച്ച് റെപ്രസെന്റ് ദ ഒപ്റ്റിക് ആക്സിസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്റർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരാ? C1 O C2 ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. C1 എന്ന് പറഞ്ഞത് എന്താ പറയാ? സെന്റർ ഓഫ് കർവേച്ചർ 1. O എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്റർ. C2 എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ 2. അപ്പൊ C1 O C2 എന്ന് തന്നെ എഴുതണം. അടുത്ത് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ രണ്ട് ഹോൾസ് ഇട്ടേക്കാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു കോൺവെക്സ് ലെൻസ് ആദ്യം ഫിക്സ് ചെയ്തേക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഒരു ടോർച്ച് ലൈറ്റ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ഇതിൽ കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ. ഈ ടോർച്ച് ലൈറ്റ് കൂടെ, അതായത് എപ്പോഴും ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും പാരലൽ റേ ആയിരിക്കില്ല. അതായത് ഒന്നിനോട് ചേർന്ന് ഇരിക്കുന്ന റേ ആയിരിക്കില്ല. പല രീതിയിൽ ആ റേസ് പുറത്തേക്ക് വരാം. എന്നാൽ ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കുന്നത് പാരലൽ റേ ഓഫ് ലൈറ്റിന്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ റേ എന്ന് പറഞ്ഞത് പാരലൽ ആയിരിക്കണം. അത് ആദ്യത്തെ ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇത് കോൺവെക്സ് ലെൻസിൽ വന്ന് വീണ് ഇതിലൂടെ കടന്നു പോകുന്നു. ഈ കോൺവെക്സ് ലെൻസിൽ വന്ന് വീഴുമ്പോൾ ഇവിടെ തട്ടി ഇത് ഇപ്പുറത്തെ വസ്തു കൂടെ കടന്നു പോകുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഈ റേ ഓഫ് ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ അത്. അതാണ് ഈ ഒരു സംഭവം ഇവിടെ വന്ന് ബെൻഡ് ചെയ്തിട്ട് പോകുന്നത്. കണ്ട, ഇവിടെ നിന്ന് കണ്ട ഇങ്ങനെ ചെറിയൊരു ചെരിവ്, അപവർത്തനം അവിടെ സംഭവിക്കുന്നുണ്ട്.
അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി കടന്നു പോകുന്ന ആ ലൈറ്റ് റേ എല്ലാം കൂടി ഒരു ഭാഗത്ത് വന്ന് കൂടുന്നു. കണ്ട, ഈ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ വന്നിട്ട് ചേരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 3-4 കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. ഇതിവിടെ ഉപയോഗിക്കുന്നത് പാരലൽ റേ ഓഫ് ലൈറ്റ് ആണ്. അതുപോലെ ഈ ഒരു പിക്ചറിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം റിഫ്രാക്റ്റർ റേ ഒരു പോയിന്റിൽ വന്ന് ഒത്തുചേരുന്നു. ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഈ റേ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഒത്തുചേരാണ്. അപ്പോൾ കൺവേർജിങ് എന്നാണ് അവിടെ പറയുക. ആ ഒരു ഒത്തുചേരലിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് കൺവേർജിങ്. അപ്പോൾ ഈ ഒരു കൺവേർജിങ് ലെൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജിങ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ലെൻസ് ഇവിടെ തന്നിട്ടില്ല. ഇങ്ങനെ ഒരു പിക്ചർ, ഈ ലെൻസ് വെച്ച് ഈ ഒറ്റ പിക്ചർ തന്നിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറയും. അതായത് ഇവിടെ വന്ന് ആ ഒരു പോയിന്റിൽ ഒത്തുചേരാണ്. അപ്പോൾ അതൊരു കൺവേർജിങ് ലെൻസ് ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കൺവേർജിങ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ലെൻസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ തന്നേ ഉള്ളൂ. ലൈറ്റ് റേ നിയർ ആൻഡ് പാരലൽ. കണ്ട, ഈ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ ദ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ വന്ന് വീഴുന്ന ആ ഒരു ലൈറ്റ് റേ എന്ന് പറഞ്ഞത് പാരലൽ ആയിരിക്കും. എന്തിന് പാരലൽ ആയിരിക്കും? ഒപ്റ്റിക് ആക്സിസ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ എന്താണ് ഒപ്റ്റിക് ആക്സിസ് എന്ന്. ആ മിഡിൽ കൂടെ പോകുന്ന ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെന്റർ, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ്. ആ കോൺവെക്സ് ലെൻസിൽ വന്ന് പതിച്ചതിന് ശേഷം ആഫ്റ്റർ റിഫ്രാക്ഷൻ, ലെൻസിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് റിഫ്രാക്ഷന് വിധേയമായ ലൈറ്റ് റേ ആണ്. കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. അതർ സൈഡ് ഓഫ് ദ ലെൻസിൽ ഈ ലൈറ്റ് റേ വന്നിട്ട് ഒത്തുകൂടും. അതിന് കൺവേർജ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സ്മോൾ ലെറ്റർ എഫ് വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഫോക്കൽ ലെങ്തിനെ കുറിച്ചിട്ടാണ്. ദ ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ആ ഒരു ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് ഈ ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, കണ്ട, ഇതാണ് ഒപ്റ്റിക് സെന്റർ. കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് ഈ O ആണ്. ഈ O മുതൽ ഈ പ്രിൻസിപ്പൽ ഫോക്കസ്, ക്യാപിറ്റൽ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിനാണ്. അപ്പോൾ O മുതൽ എഫ് വരെയുള്ള ഈ ഒരു ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസും സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തുമാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി നമ്മൾ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബീം ഓഫ് ലൈറ്റ് വരുന്നത് പാരലൽ ആയിട്ടാണ്. ഈ കോൺകേവ് ലെൻസിൽ തട്ടി ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് കോൺവെക്സ് ലെൻസിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ കോൺകേവ് ലെൻസിൽ റിഫ്രാക്ഷന് ശേഷം ഇവ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതായത് അകന്നകന്ന് പോവുകയാണ് ചെയ്യുക. കോൺവെക്സ് ലെൻസിൽ നമ്മൾ എന്താ പഠിച്ചത്? അത് റിഫ്രാക്ഷന് ശേഷം ആ ലൈറ്റ് റേസ് മുഴുവൻ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ കൂടി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൺവേർജ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ പഠിച്ചത്. എന്നാൽ കോൺകേവ് ലെൻസിൽ ഇവിടെ അകന്നു പോകുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു ടേം പഠിക്കുകയാണ് ഡൈവേർജ്. അതായത് ഇവിടെ റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് ഒക്കെ അകന്നകന്ന് പോകുന്നു. അപ്പോൾ ഡൈവേർജിങ് ലെൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലെൻസിന്റെ പേരാണ് നമ്മൾ പറയുന്നത്? കോൺകേവ് ലെൻസ്. ഇനി ഇതൊരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നാണ് ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അത് ഈ ലെൻസിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും ആ ഒരു പോയിന്റ്. അതായത് നമ്മളിവിടെ കൂട്ടി വരയ്ക്കുകയാണ് ചെയ്യുക. ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ മിഥ്യയാണ്. നമ്മൾ ഈ ലൈറ്റ് റേ, ഈ അകന്ന് പോകുന്ന ലൈറ്റ് റേസിനൊക്കെ കൂട്ടി അതാണ് ഈ ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന പോയിന്റ് ഈ ലെൻസിന്റെ ഈ ഒരു ഭാഗത്ത് വന്നതുകൊണ്ട് സെയിം സൈഡിൽ തന്നെയാണ് ആ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നാണ് അവ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഇമേജ്, കോൺകേവ് ലെൻസിന്റെ ഇമേജ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഥ്യയാണ്, അതായത് വെർച്വൽ ഇമേജ് ആണ്. എന്നാൽ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്.
എന്തുകൊണ്ടാണ് കോൺകേവ് ലെൻസിന്റെ ഇമേജ് എന്ന് പറഞ്ഞത് വെർച്വൽ ആയിട്ട് പോയത്? അതായത് ഇവിടെ ആക്ച്വൽ കോയിൻസിഡൻസ് ഓഫ് ലൈറ്റ് റേസ് ഇല്ല. ഇവിടെ മെയിൻ ആയിട്ട് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ഉള്ള ഒരു ഡൈവേർജോ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളത് ഒന്ന് കൂട്ടി അതൊരു ഫിക്സ്ഡ് പോയിന്റിലേക്ക് വരയ്ക്കുകയാണ്. അപ്പൊ അത് ഈ ലെൻസിന്റെ ഈ ഒരു ഭാഗത്തെ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് തന്നെയാണ് അത് അകന്നകന്ന് പോകുന്നത്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കിയേ. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ഇതാണ് ഒപ്റ്റിക് ആക്സിസ്. അത് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ ദ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ വന്ന് വീഴുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to diverge from a point on the optic axis on the same side of the lens. കണ്ട, സെയിം സൈഡിൽ നിന്ന് തന്നെ അത് ഡൈവേർജ് ചെയ്ത് പോവാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലെൻസിന് റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്യുന്നതാണ്. അത് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ കൂട്ടി വരയ്ക്കുകയാണ് ആ ഒരു ഫിക്സ്ഡ് പോയിന്റിലേക്ക്. ആ ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ഡൈവേർജ് ചെയ്ത് പോകുന്ന ആ ഒരു ഫിക്സ്ഡ് പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കി. ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും എത്ര പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്? ഈ പ്രിൻസിപ്പൽ ഫോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ഫോം ആണ്. ഒന്നിലും കൂടുതൽ വരുമാണ് ഈ CI എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും കാര്യത്തിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ്? 2 എണ്ണം ഉണ്ട്. ഇനി ഡു റിഫ്രാക്റ്റഡ് റേസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് കൂടെ, അപ്പൊ ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് കൂടെ ഈ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞ റിഫ്രാക്ഷൻ കഴിഞ്ഞ് വരുന്ന റേ, അതായത് ഈ റേനാണ് റിഫ്രാക്റ്റർ റേ എന്ന് പറയുന്നത്. ഇത് ഒരുമിച്ച് കൂടുന്നുണ്ടോ ഒരു പ്രിൻസിപ്പൽ ഫോക്കസിൽ? ഇല്ല, നോ. അവിടെ കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ അത് ഒരുമിച്ച് കൂടുന്നുണ്ട്, എന്നാൽ കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ അത് ഒരുമിച്ച് കൂടുന്നില്ല. ഇനി ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് കൺസിഡർ വെർച്വൽ ഓർ റിയൽ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞത് വെർച്വൽ ആണോ റിയൽ ആണോ? കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ അത് നമ്മൾ പറഞ്ഞു, അത് വെർച്വൽ ആണ്. നമ്മളത് കൂട്ടി ഒരു പോയിന്റിലേക്ക് ഫിക്സ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞത് വെർച്വൽ ആണ്, അതായത് മിഥ്യയാണ് അതവിടെ വരുന്നത്. ഇനി നോക്കിയേ, ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ ദ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമേജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. റിയൽ ഇമേജസിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് ദാറ്റ് ഈസ് ക്യാപ്ചേർഡ് ഓൺ ദ ക്യാമറ. ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജ്, അതുപോലെ തന്നെ ഒരു സിനിമ സ്ക്രീനിൽ ഫോം ചെയ്യുന്ന ഇമേജസ് ഒക്കെ റിയൽ ഇമേജസിന് എക്സാമ്പിളാണ്. അതേപോലെ ഇമേജ് ഫോംഡ് ഇൻ അവർ ഐ, അതും ഒരു റിയൽ ഇമേജസിന് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.